കർത്താവിന്റെ തന്നെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അയക്കുവാൻ വലുതായ ദൈവം നമുക്ക് തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മളായ സ്ഥലങ്ങളിലൊക്കെ ദൈവം കാത്ത് പരിപാലിച്ചു. ഇന്ന് പകലിൽ കൂടാരത്ത് നമ്മളെ കൊണ്ടുവന്ന ഞാൻ കരങ്ങളെ ഓർത്ത് ദൈവം സ്തോത്രം ചെയ്താണ്ട് ഹല്ലേലൂയ. തുടർന്ന് രഹബോത്ത് IBC രഹബോത്ത് വർഷിപ്പ് സെന്ററിന്റെ യൂത്ത് മീറ്റിംഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു. പ്രാരംഭമായി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുവാൻ സുമയാനി മുന്നോട്ട് ക്ഷണിക്കുന്നു. സദൃശവാക്യം 21:1-10 വരെ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ തീർത്തോട് കാണിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ തന്നെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായത് തോന്നുന്നു. യഹോവയോ ഇംഗങ്ങളെ തൂക്കി നോക്കുന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് അനനയാഗത്തേക്കാൾ ഇഷ്ടം. ഗർഭമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാവം തന്നെ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഏതുകളാകുന്നു. ബദ്ധപാടുകാരൊക്കെയും
ബുദ്ധിമുട്ടിലേക്കത്രേ ബന്ധപ്പെടുന്നത്. കളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സിലല്ലോ. അകൃതിവാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്നു. നിർമ്മലന്റെ പ്രവൃത്തിയോ ചുവടുള്ളത് തന്നെ. ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു. അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നു. Praise the Lord. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ഇണയില്ല ഒരു പ്രാവ് പോൽ ഞരങ്ങുന്നു പ്രിയനിൽ
പ്രയാസത്തിൽ ദുരിതം നിറയും മരുവിലവാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ എനിക്കൊരു തുണ നീയേ. Praise the Lord. Hallelujah. ദൈവത്തിന്റെ നാമത്തിൽ മാറ്റാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ പാൽക്കാരനായ എല്ലാവരും ദൈവത്തിനോട് സ്നേഹത്തെ അറിയിച്ചു. തുടർന്ന് ഇന്ന് പറഞ്ഞ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച ദിവസം ഈ നാട്ടിൽ തന്നെ താല്പര്യപ്പെടുന്നു. അതിനായി 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 2-3 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 2-3 നോക്കി. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഹിസ്കിയാ രാജാവിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഹിസ്കിയാവ് തന്റെ മുഖം ചൂടുന്നതിനെ കുറിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു എന്നതാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് വായിക്കുമ്പോൾ 20-ാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിസ്കിയാ രാജാവ് രോഗത്തിനടിയിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം, ആ മരണത്തിനോട് മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിസ്കിയാവോട് പറയുന്നു, നീ മരിക്കാൻ പോകുന്നു, നീ തന്റെ ഗ്രഹകാര്യം ശരിയാക്കിക്കൊള്ളുക, നീ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അതൊരു സാഹചര്യം ഹിസ്കിയാവ് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയും എന്നാൽ ഹിസ്കിയാവ് ആ വാർത്ത കേട്ട് മരിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ മറ്റ് നിരാശയോടോ മറ്റ് വൈദ്യസഹായത്തിനോ മറ്റ് രാജകാര്യങ്ങളോ ഒന്നുമല്ല തിരിഞ്ഞത്. അവൻ നേരെ പ്രാർത്ഥിക്കുവാനുള്ളതില്ല. നമുക്ക് അവിടെ എഴുതിയ 2-ാം വാക്യത്തിൽ ഹിസ്കിയാവ് മുഖം ചുവട് നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം. ഇതുപോലെ മരണം, നിരാശ, പ്രശ്നം പലതും കയറി വരുമ്പോൾ നമ്മൾ പതറിപ്പോകരുത്. ഹിസ്കിയാവിനെ പോലെ നമുക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിക്കും. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന താഴ്വരകൾ കാണാൻ സാധിക്കുന്നത് ഹിസ്കിയാവ് ഏറ്റവും പറഞ്ഞു. ഹിസ്കിയാവ് പറയുന്നത്, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്നത് ഓർക്കണമേ. തന്റെ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവന്റെ പ്രാർത്ഥനയുടെ മറുപടി ക്ഷണത്തിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യെശയ്യാവ് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാവ് അരാശപ്രമാണ വിടുതൽ നടുമുറ്റം വിടുതൽ മുമ്പ് തന്നെ ദൈവത്തിന്റെ അകപ്പാടം വേണ്ടിയാക്കി. അവൻ പറയുന്നത്, യഹോവ യെശയ്യാവിനോട് പറയുന്നത് എങ്ങനെയാണ്? നീ ചെന്ന് അവരോട് പറയുക, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ വിടുവിക്കും. 3 ദിവസത്തിൽ നീ ആലയത്തിലേക്ക് പോകണം, ശത്രുവിന് മേൽ നീ ജയം കാണുവാനിടയാവും എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നത്, നമ്മുടെ പ്രാർത്ഥനകളെ അറിയുന്ന ഒരു ദൈവമാണ്. ജീവിതത്തിൽ മരണം, ജീവൻ എല്ലാം കർത്താവാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ നമ്മൾ അവന്റെ മുമ്പിലേക്ക് അവന്റെ സാന്നിധ്യത്തിലേക്ക് കടച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പുതിയൊരു അധ്യായം തന്നെ നമുക്ക് തുടങ്ങുവാൻ സ്വർഗ്ഗം ഇടയാക്കുവാണ്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയും. മനുഷ്യന്റെ പരിധി അവസാനിക്കും. ഒന്നും ചെയ്യാൻ രോഗം, മരണം, പല പീഡകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നമുക്കൊന്നും ചെയ്യാം. മനുഷ്യന്റെ ആധുനിക സാഹചര്യങ്ങൾ മൊത്തം വ്യർത്ഥമായി നിൽക്കുമ്പോൾ എന്നാൽ നമുക്ക് ഒരുവരുണ്ട്. അപ്പോഴും യഹോവയും നമ്മളുള്ള ബന്ധം നാം തിരിച്ചറിയുന്നത്. ആ സാഹചര്യത്തിൽ പ്രാർത്ഥനയുടെ മറുപടി വളരെ ചില സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മറുപടി ലഭിച്ചേക്കാം. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അങ്ങനെ ക്ഷണത്തിൽ തന്റെ രാജകൊട്ടാരം നടുവിൽ വിട്ടു പോകുന്നതിന് മുമ്പാണ് മറുപടി ലഭിക്കാനിടയാണ്. തുടർന്ന് ഹിസ്കിയാവ് വായിക്കാൻ സാധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഹിസ്കിയാവ് ഈ വചനങ്ങൾ, ഈ വാക്കുകളിൽ കേട്ട് അവനോട് അടയാളം ചോദിച്ചു. താഴെ വരുമ്പോൾ 6-ാം അധ്യായത്തിൽ കാണുന്നു യെശയ്യാവോട് ഇതിന് ഒരു അടയാളം എനിക്കെന്താണ്? ഹിസ്കിയാവ് പറയുന്നത്, ഒരു 10 പടി തരും, പിന്നിലോട്ട് പോകട്ടെ, അങ്ങനെ ചെയ്യാനാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്തെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ് കർത്താവ്. കാലഘട്ടങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ്. സമയം മുൻപോട്ട് പോകുന്ന സാഹചര്യമാണ്. അത് നമ്മുടെ ലോകത്തിന്റെ ആണ്. എന്നാൽ പിന്നിലേക്ക് സഞ്ചരിക്കാൻ
ഒരു മനുഷ്യർക്ക് കഴിയില്ല, ഒരു ശാസ്ത്രത്തിനോ കഴിയില്ല. എന്നാൽ ദൈവത്തിന് ഇതിന്റെ കാലങ്ങളെ പിന്നിലേക്ക് തിരിക്കാൻ കഴിയും. ഈ നാളുകളിൽ ദൈവം പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നീ നഷ്ടപ്പെടുക ചില നന്മകൾ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിന്നും ദുഷ്ടൻ അപകരിച്ചുകൊണ്ട് ചില നന്മകളെ തിരിച്ചു കൊടുത്തിരാൻ നിന്റെ ദൈവത്തിനെ കഴിയും. ഈ നാളുകളിൽ നീ പറയും ഒന്നും സംഭവിക്കില്ല, എല്ലാം കഴിഞ്ഞുപോയി, കഴിഞ്ഞ കാലങ്ങളിൽ ദുഷ്ടൻ കൊണ്ടുപോയി ഒന്നും തിരിച്ചു കിട്ടുവാൻ ഈ നാളുകളിൽ സാധിക്കില്ല, എല്ലാം അവസാനിച്ചു, എന്റെ അസ്തമയമാണ്, എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല, ഇത് നിന്റെ ഒരു പുതിയ തുടക്കം മാത്രമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവസ്ഥലത്തിലേക്ക് മുഖം തിരിക്കുമ്പോൾ അവൻ നഷ്ടപ്പെടാൻ തിരിച്ചു തരാൻ ഒരുവനെ കഴിയും. ഭൂമിയിൽ ആർക്കും ചിലപ്പോൾ ഒന്നും ചെയ്തു തരാൻ കഴിയില്ല, മനുഷ്യന്റെ സഹായം വ്യർത്ഥം മാത്രമേ. എന്നാൽ ദൈവത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ സകലവും സാധ്യം. ഹല്ലേലൂയ. ലോകം മുൻപോട്ട് പോകുകയല്ല, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന സാഹചര്യങ്ങൾ നിനക്ക് വേണ്ടി തിരിച്ചു. മനുഷ്യർക്ക് കഴിയാതെ ദൈവം പ്രവർത്തിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് അസാധ്യമായതുപോലെ ദൈവത്തോട് ചോദിക്കണം. ഈ നാളുകളിൽ നമ്മൾ സാധ്യമായതുപോലെ പലതും ചിന്തിക്കുക. ആ അസാധ്യം നിനക്ക് മനുഷ്യന് കഴിയാത്തത് നമ്മളിങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നതിലൂടെ, കാരണം അസാധ്യമായിട്ടുള്ള ചെയ്തു വഴിയാൻ കഴിവുള്ളവനാണ് നിന്റെ കർത്താവ്. ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥനയെ നാം സഹകരിക്കുമ്പോൾ, അസാധ്യമായതുകൊണ്ട് ഈ നാളുകളിൽ മനുഷ്യൻ ചെയ്യാൻ കഴിയാത്ത പലതിനെയും ദൈവം ചെയ്തു തരാൻ നിന്റെ പ്രാർത്ഥനയിൽ നാളുകളിൽ കഴിയും. കാരണം നിന്റെ കാലങ്ങളെയും തിരിക്കുന്നവരാണ് കർത്താവ്. ഈ നാളുകളിൽ നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം എത്രയും പേർക്ക് ഇറങ്ങി വരുന്നത് ദൈവസ്യാന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന പോലെ ക്ഷണത്തിൽ മറുപടി കൊടുത്തു. ഈ നാളുകളിൽ നമുക്ക് വേണ്ടി മറുപടി തരാൻ ശക്തനായ യുവജനങ്ങളുടെ ദൈവം. Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുന്നു. എത്ര നാൾ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും ആർക്കും അറിയത്തില്ല. എത്ര നാൾ നടത്തിയ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നമ്മൾ. ഇന്ന് കാണുന്ന ഒരു പക്ഷെ നമുക്ക് നാളെ കാണാൻ പറ്റില്ല. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, പക്ഷേ നാളത്തെ ദിവസം കർത്തന്റെ കരങ്ങളിൽ. പക്ഷെ ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം. പോയിടുവേ
ഇതിനോളം നടത്തിയ കൃപയോട് കരങ്ങളെ വെച്ച് സ്തോത്രിച്ച് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ സമ്പാദ്യം കൊണ്ടല്ല ദൈവം നമ്മളെ നടത്തിയത്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാൻ കഴിയില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം കരങ്ങളെ അടിച്ച് ദൈവത്തിന് നമുക്ക് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് മനോഹരമായ ഒരു ഗാനം പാടി ദൈവത്തെ ആരാധിക്കാം. Thank you.
സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു കർത്താവിനെ സ്തുതിച്ചാണ്. ഇന്നത്തെ യുദ്ധസം ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിച്ച ഒരു സ്തുതിക്കാം. തുടർന്ന് യുദ്ധസഭയുടെ അനുഗ്രഹത്തിലും കുഞ്ഞുങ്ങളുടെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി ബ്രദർ മുമ്പോട്ട് ഇന്നത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയ്ക്കണമേ. കർത്താവെ, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളും അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാം നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഇന്നും പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കർത്താവെ കൃപ തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.